ബോസ് നമ്മുടെ ഇടയിലില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ എന്തിനാ ഇത് ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ ആദ്യം മുതൽ എതിർത്തിട്ടുള്ളവനാണ് ഞാൻ. ബട്ട് ഐ വാസ് റോങ്. നീതി നടപ്പാക്കാൻ ശരീരത്തിൽ യൂണിഫോം ഉണ്ടായാൽ മതിയെന്നായിരുന്നു എൻ്റെ വിചാരം. വേദനിക്കുന്നവന്റെ കണ്ണീര് കാണുമ്പോൾ അലിയുന്ന ഒരു മനസ്സാണ് വേണ്ടത്. ആവേശം കൊണ്ട് എടുത്തു ചാടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു എൻ്റെ പേടി. ആ ആവേശമായിരുന്നു നിങ്ങളുടെ ആയുസ്സും ആനന്ദവും ആയുധവുമെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ബ്ലാസ്റ്റിൽ എത്രയോ നിരപരാധികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിനു പിന്നിൽ ഒരുപാട് ഉന്നതന്മാർക്ക് പങ്കുണ്ട്. അന്വേഷണം നിർത്തിവെക്കാൻ ഒരുപാട് സമ്മർദ്ദങ്ങളും ഭീഷണിയുമുണ്ട്. അനുസരിച്ചില്ലെങ്കിൽ അവരെന്നെ കൊല്ലാനും മടിക്കില്ല. അതിലെനിക്ക് ഭയമില്ല. പക്ഷെ ഇതുപോലുള്ള സ്ഫോടനങ്ങൾ ഇനിയും നടന്നേക്കാം. ഏത് നിമിഷവും ഒരുപാട് നിരപരാധികളുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടേക്കാം. സഹായം ചോദിച്ച് ഒരുപാട് പേർ ജനതാ ഗ്യാരേജിൽ വരാറില്ലേ? ഈ പോലീസുകാരൻ തോറ്റുപോയി. സഹായം ചോദിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക. ജനതാ ഗ്യാരേജ് തോറ്റ സഹായത്തിനായി നിങ്ങളുടെ മുന്നിൽ വന്നു നിന്നാൽ അതിൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾ തോറ്റ് ഇവിടെ വന്നാൽ നീതിയും നിയമവും തോറ്റുപോയെന്നാണ് അർത്ഥം. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല സർ. ഇത്രയും കാലം നിങ്ങളുടെ ധൈര്യം ഞങ്ങൾക്കൊരു ഊർജമായിരുന്നു. ആ ധൈര്യം തന്നെ ചോർന്നു പോകുന്നു എന്ന് പറയുന്നു. അതിന്റെ കാരണക്കാരനെ ഉണ്ടാവില്ല.